ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്റ്റിച്ചിങ്ങിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ലോങ് വീഡിയോ കേട്ടോ. ഇന്ന് ഒരുപാട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ കാപ്പിടി കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നതാണ്. പിന്നെ അവിടെ നിന്ന് നീറ്റിട്ടില്ല, ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ടില്ല. അത്രയും ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നാളെ ഉത്രാടല്ലേ, നമ്മൾ ഇന്നത്തോടെ തീർത്തിട്ടില്ലെങ്കിൽ ആകെ കൂടെ പണി കിട്ടും. നമ്മുടെ ഒന്നും ഡ്രസ്സ് എടുക്കലും സ്റ്റിച്ചിങ്ങും ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഏതാണെന്നൊന്നും അറിയില്ല. സ്റ്റിച്ച് ചെയ്യാനാണോ റെഡി മെറ്റീരിയലാണോ റെഡിമെയ്ഡാണോ എടുക്കണമെന്നും, റെഡിമെയ്ഡ് എടുക്കണുണ്ടോ അല്ല ഡ്രസ്സ് എടുക്കണ്ടോ ഒന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുള്ളവരുടെ വേഗം അടിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ ഇരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കേണ്ടത്, അതുകൊണ്ട് കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. നല്ല ബോഡി പെയിനും തലവേദനയുണ്ട് കേട്ടോ. കുറേ ദിവസമായി മിഷനിലിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ മോട്ടർ ഇല്ല എന്നുള്ളത്, നമ്മൾ ചവിട്ടി തയ്ക്കണ കാരണം ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ അതാ ഒരു വൈകുന്നേരമൊക്കെ ആയി 4:45 ആയപ്പോൾ ഞാൻ വേഗം നീറ്റു. ഇപ്പോൾ ഒരു ഇതൊക്കെ എല്ലാ സ്റ്റിച്ചിങ്ങും അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഒറ്റ ഇരുപ്പിലിരുന്ന് എല്ലാം തീർത്ത് കഴിച്ചത് കേട്ടോ. മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് മുറ്റത്ത് കുറച്ചുകൂടെ ചപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ബാക്കിലെ വശം. അവിടെയും കൂടെ അങ്ങോട്ട് അടിച്ചു വാരിയിടാമെന്ന് വിചാരിച്ചു. ഇന്ന് നല്ല പെരുമഴ ദിവസമായിരുന്നു. ഇപ്പോൾ 2 ദിവസം നല്ല വെയിലായിരുന്നു, 2 ദിവസം നല്ല മഴയാണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ ആണോ വൈകുന്നേരമാണോ എന്ന് അറിയാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഞാനിവിടെ ഈ കയറുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് തുളസിയുടെ ഒരു ചെടിച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, തുളസി നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അടിച്ചു വാരുമ്പോൾ അതുമ്പോൾ ചൂലാകുമ്പോൾ എനിക്ക് എന്തോ ഒരു മനപ്രയാസം. അപ്പോൾ ഞാനത് എടുത്തിട്ട് അപ്പുറത്തേക്ക് വെച്ചു. പൂജയൊക്കെ ഇങ്ങനെ മിന്നിയിട്ട് അടിക്കാം. ഞാൻ പിന്നെയും കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കും. പൂജയുടെ ആയിരുന്നു തലേ ദിവസം നല്ലോണം ചൂല അതുമ്പോൾ അവിടെ ഞാൻ കണ്ടപ്പോൾ ചീത്തയൊക്കെയും ചെയ്തു അവൾക്ക്. പിന്നെ ഞാനതിന് അവിടെ തന്നെ ഞാൻ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഞാൻ എന്താക്കി വെച്ചാൽ വേറെ ചെടികൾ, നമ്മുടെ കഞ്ഞിക്കൂർക്കലയുടെ അവിടെ കൊണ്ടുവച്ചു. അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ വയ്ക്കാൻ കാരണം അവിടെ നല്ല ഷാർപ്പാണ് കേട്ടോ. അതിൻ്റെ മുക്ക് കാല് കൊണ്ടാൽ പൊളിയും. കണ്ണൻകുട്ടിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് അവൻ്റെ കാലം അവിടെ വെച്ച് കുത്തിയിട്ട് ഇങ്ങനെ വീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ അവിടെ ചെടിച്ചട്ടി വെക്കാൻ തുടങ്ങിയാണ് കേട്ടോ. എനിക്ക് കിടന്ന ഒരു ഇലയാണ്, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ അവിടുന്ന് ഇഞ്ചി നട്ടാർന്നതാണ്, നല്ല പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ നമുക്കത് ഇവിടുന്ന് ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ പൂച്ച എന്തെങ്കിലും തട്ടല്ല എന്താ വെച്ചാൽ ഇത്രയും കനുണ്ടടാ, തട്ടല്ലാണ് എൻ്റെ ഒരു ഞാൻ അങ്ങനെ പറയുമ്പോൾ ടെൻഷനാണ്. അപ്പോൾ നീ എടുത്ത് വെക്കണം വേണ്ടല്ലോ, അങ്ങനെ ഇരിക്കട്ടെ. ബാക്കിയില്ലെങ്കിൽ നമുക്ക് ചീനിമുളകോ അല്ലെങ്കിൽ മുളകിൻ്റെ വിത്ത് എന്തെങ്കിലുമൊക്കെ നിറച്ചിട്ട് അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇറക്കി വെക്കില്ലേ, ഉമ്മർത്ത് വെക്കണേക്കാളും നല്ല ഇവിടെയാണെന്ന് എനിക്ക് തോന്നി. ഇവിടെ ഇരിക്കട്ടെ എന്തായാലും. മറ്റേത് അവിടെ വെള്ളം കിട്ടില്ലേ, നമ്മളെപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കില്ലേ. ഈ കഞ്ഞിക്കൂർക്കലൊക്കെ അതാ രണ്ടാമത് നമുക്ക് നടാം. അപ്പോൾ എന്തിനാ ഇത് മണ്ണ് ഉറച്ചു പോയി, ഇതിൻ്റെ വളർച്ച എനിക്ക് വീട്ടിലിങ്ങനെ ഒരുപാട് ചെടിയൊക്കെ കാണുന്നത് വലിയ ഇഷ്ടമൊക്കെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഈ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പറഞ്ഞ പോലെ ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ നിന്ന് മാറുമ്പോൾ ഈ ചെടിയും അതും ഇതൊക്കെ എടുത്ത് പോകാൻ വേണ്ടി വലിയ പാടല്ലേ. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ചെടിച്ചട്ടി ആദായത്തിൽ ഞാൻ എപ്പോഴോ വാങ്ങിയതായിരുന്നു. അതിനകത്ത് ഞാൻ അധികം കാര്യമായിട്ട് വയ്ക്കുക ഈ കഞ്ഞിക്കൂർക്കലാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇതിൻ്റെ മണം. തുളസി കഞ്ഞിക്കൂർക്കൊക്കെ എനിക്ക് വീട്ടിൽ ഒരുപാടുള്ളത് ഇഷ്ടമാണ്. തുളസി ഇഷ്ടം പോലെ കാണുന്നത് എനിക്കിങ്ങനെ നടന്നനെ വെച്ച് പിടിപ്പിക്കും, എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അടുത്ത കൊല്ലാകുമ്പോഴേക്കും അതിൻ്റെ വിത്തൊക്കെ വീണിട്ട് വീണ്ടും മുളയ്ക്കുമല്ലോ. അപ്പോൾ ഒരുപാട് തുളസിയും കഞ്ഞിക്കൂർക്കലാണ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടം. പിന്നെ ബാക്കി പൂവുകളൊക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് പിന്നെ അത് നട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് വലിയ പാടല്ലേ, മാറുമ്പോൾ നമ്മൾ വീടൊക്കെ മാറുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. മറ്റേ ഗ്രോ ബാഗ് അല്ലേ, അത് നമ്മൾ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് പഴയ വീട്ടിലാകുമ്പോൾ വാങ്ങിയതായിരുന്നു. ഇനി അതിനകത്ത് നമ്മുടെ ഓണത്തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പയറോ ചീരയോ അങ്ങനെ എന്തെങ്കിലും മുളകും വിത്തോ തക്കാളി വിത്തോ എന്തെങ്കിലുമൊക്കെ പാവണം കേട്ടോ. അപ്പുറത്ത് ഞാൻ ഇഞ്ചിയും ഈ പറഞ്ഞ പോലെ ബിരിയാണിയിൽ ഇടുന്ന ഒരു ലീഫ് ഉണ്ട്, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തായിരുന്നു, അതും കൂടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഓരോന്നിലേക്കും മണ്ണ് നിറച്ചാക്കിയിട്ട് പുതിയ മണ്ണാക്കാൻ വിചാരിച്ചു. ആ മണ്ണ് കുറച്ചിട്ടില്ലേ, കഞ്ഞിക്കൂർക്കലയുടെ വളർച്ചയൊക്കെ മുരടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വെണ്ണാന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് മാറ്റിയിട്ട് ഒന്നും കൂടെ നിറച്ചിട്ട് ഇങ്ങനെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴക്കാലല്ലേ നല്ലോണം വളർന്നോളൂ. ഇനി വല്ല കുഞ്ഞു കുട്ടികൾക്കും ആവശ്യമുണ്ടെങ്കിൽ അവർക്കും ആവാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പണ്ടൊക്കെ കുറേ ഇതിന് വേണ്ടി നടന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികളാവുന്ന സമയത്ത് പൂജുട്ടിയും കണ്ണൻകുട്ടിയും ചെറിയ കുട്ടികളാവുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇത് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഇതിൻ്റെ സ്മെല്ല് ഞാനത് ചിലപ്പോൾ ഇല്ലേ കിച്ചണിലൊക്കെ അങ്ങനെ പൊട്ടിച്ചിട്ട് കൊണ്ട് വെക്കാറുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ കിച്ചണൊക്കെ. 2 ദിവസം 3 ദിവസമൊക്കെ നിൽക്കും. പിന്നെ അത് അങ്ങോട്ട് ആ ഒരു വേര് താഴെ ഇറങ്ങുമ്പോൾ അത് അങ്ങോട്ട് കൊണ്ടുപോയി നടുകയും ചെയ്യും, എന്നിട്ട് അടുത്തത് പിച്ചി കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ നമ്മുടെ പഴയ വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഈ മണ്ണ് തറച്ച കാരണം, മണ്ണിങ്ങനെ ഉറച്ച കാരണം അത് വളരാത്തതാണ് കേട്ടോ. ഞാൻ ഈ അരുഭാഗത്ത് വെക്കില്ല, തൽക്കാലം ഞാൻ മണ്ണൊക്കെ മാറ്റിയിട്ട് ഏതായാലും ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ അതങ്ങോട്ട് കൈയോടെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഞാനിതിങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി കൈയോടെ അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്കിനി തിരുമ്പി കുളിക്കാൻ വേണ്ടിയിട്ട് പോവാം. നമ്മളൊക്കെ ചെറിയ കുട്ടികളാവുമ്പോഴേ ഇങ്ങനെ പനിയും ചുമയൊക്കെ വരുമ്പോൾ ഇതിനും ആടലോടത്തിൻ്റെ ഇലയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞാനും അമ്മമ്മയ്ക്ക് ലോകം മൊത്തം നടന്നായിരുന്നു.
ഇതിങ്ങനെ ഇതാക്കിയിട്ട് വെള്ളം പോലെ ആക്കിയിട്ട് ഒക്കെ നല്ലതാണ്. പിന്നെ ഉണ്ടാവാൻ വേണ്ടി വലിയ കുട്ടികളും മക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ മണം നല്ല ഇഷ്ടമാണ്. ഭയങ്കര പ്രത്യേക സ്മെല്ല്. ഇത് കിച്ചണിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ബോട്ടിലാക്കിയിട്ട് കൊണ്ടുവയ്ക്കാറുണ്ട് കേട്ടോ. നമ്മുടെ പഴയ വീടൊക്കെ ആകുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല നല്ല സ്മെല്ലാണ് വരുന്നത്. ഇതാണ് വേഗം പിടിച്ചോളും, പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും പാടില്ല. അപ്പോൾ അതങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകും. അയ്യോ വലിയ പോയിട്ടുണ്ട് ഓർട്ടെ ട്രെയിൻ. ഇനി നമ്മൾ എവിടെ വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെക്കാം. ഇവിടെ നമ്മുടെ ചാണകം ഇരിക്കുന്നത്. ഇതൊന്നൊക്കെ നമുക്ക് ഇനി മാറ്റണം. മണി പ്ലാന്റ് എന്തെങ്കിലും ചെടികളെ വെക്കാല്ലേ പൂജ. പൂവൊക്കെ ഉണ്ടാവണേ. റോസ് പൂവൊക്കെ ഇവിടെ എല്ലായിടത്തും റോസ് പൂ ഉണ്ടല്ലേ ഈ ഭാഗത്തേക്ക് എല്ലാ വീട്ടിലും. കുറച്ചുകൂടെ ഉണ്ടാകും. നമുക്ക് വേറെ എവിടെയെങ്കിലും നടാം. നാളെ തൊടിയിലൊക്കെ പിടിക്കാനും പിടിച്ചോക്കും. ഈ തുള്ളി വെള്ളം കൂടെ കൊടുക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് എന്നിട്ട് പോവാം കുളിക്കാം കേട്ടോ. ഓക്കെ, തിരുമ്പാനല്ലേ? പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇനി നമ്മൾ നട്ട ചെടികൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ അരുഭാഗത്ത് ഇരിക്കുന്ന കാരണം എന്താ അറിയോ, അവർക്ക് മഴ പെയ്താലും വെള്ളമൊന്നും കിട്ടില്ല. അത് കാരണം ഞാൻ ഇത് വേറെ എങ്ങടെയെങ്കിലും ഇങ്ങടെങ്കിലൊക്കെ മാറ്റി വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇവർ ചെറിയ കുട്ടികളാവണമെന്ന് പൂച്ചുട്ടീനെ കൊണ്ടൊന്നും ഒരു അറുതി ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നും അസുഖമായിരുന്നു. കരച്ചിലും അസുഖവും ചുമയും ശ്വാസം മുട്ടും. കണൻകുട്ടിയോടും എനിക്ക് അത്ര വലിയ അലമ്പുണ്ടായിട്ടില്ല. അവൻ ചെറുതിലായാലും തന്നെ കേട്ടോ. ഇപ്പോഴാണ് പിന്നെ അവൻ്റെ വലുതാവണോടത്തോളം കയ്യും കാലിലൊക്കെ മുറി അതും ഇതൊക്കെ കളിച്ച് വരുമ്പോഴാണ് എനിക്ക് അവനെ കൊണ്ട് വലിയ പാടുള്ളൂ. ചെറുതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പൂച്ചുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടും പാടായിരുന്നു. പേപ്പറിനെ പോലെ എന്നും അസുഖമായിരുന്നു കേട്ടോ. അപ്പം അത് കാരണം നമ്മൾ ആടലോടകത്തിൻ്റെ ഇലയ്ക്കും കന്നിക്കൂർക്കലയുടെ ഇലയ്ക്കും ഒക്കെ ഇങ്ങനെ നടന്നായിരുന്നു എല്ലായിടത്തും. അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതൊരു ഓർമ്മ. അങ്ങനെ വെള്ളമൊക്കെ നനച്ചിട്ട് നമ്മൾ വേഗം തിരുമ്പാൻ വേണ്ടിയിട്ട് പോവാം. നല്ല നേരമൊക്കെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ തോട്ടിൽ ആളുണ്ടാവും, അപ്പുറത്ത് ആളുണ്ട്. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാവരൊക്കെ ഇങ്ങനെ തിരുമ്പലും കുളിയൊക്കെ ആയിട്ടല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഏരിയയ്ക്ക് കാണിക്കാത്ത. അപ്പുറത്തൊക്കെ കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് തിരുമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ബഹളമാണ് ഈ നേരത്ത്. അതുകൊണ്ട് ഈ ഒരു നേരത്ത് വരുമ്പോൾ നമുക്ക് പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. വേഗം അങ്ങോട്ട് പോരെന്നിപ്പോൾ ഒരു ബക്കറ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളേക്കാണെങ്കിൽ 2 ബക്കറ്റാവും. അത് കാരണമാണ് ഇത്രയും ഇരുന്നിട്ടും വയ്യാണ്ടും ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് പോന്നിട്ടുള്ളത്. നാളെയും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അത് ഇരട്ടിയാവണേക്കാട്ടിലും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ രാവിലെ അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങിയതല്ലേ, കാപ്പിടി കഴിഞ്ഞിട്ടൊരു 11:30 കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. എനിക്കിന്ന് ലൈവ് പോകാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ അത് കാരണം അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞൊരു സമാധാനം, ഉറക്കം വരില്ല. അതേപോലെ ഇനി അത് വല്ലതും അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ ഉത്രാടത്തിൻ്റെ അന്ന് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ പെട്ടുപോകില്ലേ. അപ്പോൾ അത് കാരണമാണ് കുറച്ച് നേരത്തെ കാലത്ത് അങ്ങോട്ട് കൊടുത്തത് കേട്ടോ. സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. അങ്ങനെ തോട്ടിൽ വന്നാൽ പിന്നെ നമുക്ക് തിരുമ്പാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല. ടപ്പേന്നനെ തിരുമ്പിയിട്ട് നമുക്ക് ഒലുമ്പി പിഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ വലിയ വന്നിട്ട് എന്നും ഇങ്ങോട്ട് വരാതെ എന്തോ പോലെയാണ്. ഒന്നാമത് അലക്കൽ അവിടെ തിരുമ്പാൻ കല്ല് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ. ഈ കണ്ണൻകുട്ടിയുടെ ഡ്രസ്സ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് കാണുന്ന ഡ്രസ്സാവില്ല നാളെ കാണാം. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ഇട്ടിട്ട് വരിക. അപ്പോൾ ഞാൻ പൂജിറ്റിയോട് പറയാം, ഇന്ന് കണ്ട ടീഷർട്ടല്ല നാളെ കണ്ണൻകുട്ടി ഈ ഡ്രസ്സ് സ്വന്തമായിട്ട് ഒരുപാടില്ലെങ്കിലും ഇവരുടെയൊക്കെ ആയിട്ട് ഒരുപാട് ഇടാറുണ്ട്. ഇവർ അങ്ങനെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടണതാണ് കേട്ടോ. ഞങ്ങളൊക്കെ ചെറുതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാളുടെ ഡ്രസ്സ് കിട്ടാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചോദിക്കാൻ മടിയായിരുന്നു. അതുപോലെ ചോദിച്ചാൽ കിട്ടുമോ, ചിലർ തരില്ല. എൻ്റെ കക്കൻ ചെറുകിൽ തരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ജംഷി എന്നാ പറയുക, പൂവത്തെങ്കിൽ എന്ന് പറയും. അവളുടെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മടി കൂടാതെ എനിക്ക് തന്നിരുന്നു. സ്വന്തമായിട്ടൊന്നും ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഓണത്തിനും വിഷുവിനൊക്കെ ഒരു കൂട്ട് ഡ്രസ്സ് എടുക്കുള്ളൂ. അതൊരു കൊല്ലം മൊത്തം നമ്മൾ ഇടാൻ വേണം. കല്യാണത്തിനും ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരേ ഡ്രസ്സായിരിക്കും. ഇപ്പോൾ പിന്നെ എത്രത്തോളം ഡ്രസ്സ് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ കണ്ണൻകുട്ടിക്കാണ് ഡ്രസ്സിനോട് വലിയ കമ്പല്ല. അതാ വെള്ളം കിട്ടുന്ന കാശ് മൊത്തം ചെരുപ്പിനും ഷൂവിനും ചിലവാക്കും. ഞാനും പൂച്ചിട്ട് 500 രൂപയുടെ ഡ്രസ്സ് 2-3 വാങ്ങാൻ നോക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രസ്സും ഉണ്ട്. അതുള്ളത് ഞാൻ നല്ലപോലെ നോക്കും. പൂച്ചിട്ട് പെട്ടെന്ന് കേടുവരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഇപ്പോൾ പിന്നെ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞോളൂ കേട്ടോ എന്ന് പറയാറുണ്ട്. വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ പഴയ കാലമൊക്കെ ആലോചിച്ച് പോകാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ തുണികളൊക്കെ തിരുമ്പി കൊടുന്ന് വേഗം വീട്ടിലെത്തിയിട്ട് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. 5:55 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകിയപ്പോഴേക്കും കേട്ടോ. അങ്ങനെ വേഗം വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി നമുക്ക് ഉച്ചാകുമ്പോൾ ഒരു തട്ടിപ്പ് തിരക്കിടയിലാണ് പോയിട്ടുണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ തലേ ദിവസത്തെ കറിയും കാര്യങ്ങളൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. രാവിലത്തെ കാപ്പി കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് വേഗം ഇരുന്നതല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രിയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. കണ്ണൻകുട്ടി ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ ആക്കിയിട്ട് ഫുഡ് കഴിക്കണം. നല്ല വിശക്കുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട്
കാര്യമായിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ പൊറോട്ടയും ഇതും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ പൊറോട്ട ഒരെണ്ണം കഴിച്ചാണ് ഞാൻ കേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നെയ്യൊക്കെ കാണിച്ച് വിളക്കൊക്കെ വെച്ച് ഒരു ഭസ്മക്കുറിയൊക്കെ തൊട്ട് നേരെ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവിധ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് കാര്യമായിട്ട് ഫുഡും ഉണ്ടാക്കിയില്ലെന്നല്ല, നമ്മൾ കറികളൊക്കെ തട്ടിക്കൂട്ടായിരുന്നു. ചിക്കനാണെന്ന് വാങ്ങിയിട്ടുള്ളത്, ചെറുതെന്ന് വാങ്ങിയിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം ഒരു കറി വെച്ചിട്ട് ഫുഡ് കഴിക്കണം. നല്ല തലവേദന ഉണ്ട്. എവിടെയാണോ എങ്ങനെയാണോ വേദന എന്ന് അറിയില്ല. എവിടെയും ചരവ എവിടെ ചരുമ്പോൾ ഇവിടെ ഒരു വേദന ഉണ്ട്. മൊത്തത്തിൽ വേണം. ഓണത്തിന് ചിലപ്പോൾ ഞാനൊരു വടിയൊക്കെ കുത്തി നീക്കാൻ വേണ്ടിയിട്ട് പാടുപെടേണ്ടായിരുന്നു. അത്രയും പെയിൻ ഉണ്ട് കേട്ടോ. ഇന്ന് മൊത്തത്തിൽ സ്റ്റിച്ചിങ് ആയിരുന്നു, മെഷീനുമായിരുന്നു. അപ്പം അതിൻ്റെതായിട്ടുള്ള നല്ല ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോട്ടർ ഇല്ല കേട്ടോ. നമുക്ക് മോട്ടർ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത പാടുണ്ടാവില്ല, ഇരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് മൊത്തത്തിൽ നമ്മളിങ്ങനെ ചവിട്ടല്ലേ, അപ്പോൾ കാലിൻ്റെ നല്ല വേദനയാണ്. അപ്പം ഇനി പറഞ്ഞു നിൽക്കണില്ല, ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് വേഗം മാങ്ങോട്ടിട്ടൊന്ന് കിടക്കണം. ഒന്ന് കിടന്നിട്ടേ ഇല്ലല്ലോ. ഉറക്കം വന്ന് തൂങ്ങിയിട്ടും ഞാനങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാം. പക്ഷേ നാളെ ഒരു ദിവസമുള്ളൂ, മറ്റൊന്നും അത്രാണല്ലേ. അപ്പം നീ ഇന്നത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അവർക്കൊക്കെ കൊടുത്തിട്ട് ഇനി വല്ലതും ലൂസാക്കാനോ ടൈറ്റാക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമയം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്ക് ഓട്ടപ്പാച്ചിലിൻ്റെ തിരക്കായിരിക്കും. ഞങ്ങളുടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഡ്രസ്സ് എടുക്കൽ കംപ്ലീറ്റ് ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പിന്നെ എന്തായിരുന്നു വിശേഷം പറയുന്നത്, ലൈവ് പോകാനും പറ്റിയിട്ടില്ല അതുകൊണ്ടൊക്കെ. അപ്പം നമ്മളിനി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് മാങ്ങ. നിങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ എവിടെ വരെയായി? ഞാൻ ലൈവിലൊക്കെ ചോദിക്കാറുണ്ട്, ഒട്ടുമിക്കതും ഞാൻ അറിയാറുണ്ട്. ഞാൻ എൻ്റെ വിശേഷങ്ങളും പറയാറുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങളുടെ വ്ളോഗും കാര്യങ്ങളിലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഓണക്കൂടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ? സാധനങ്ങളൊക്കെ മേടിച്ചോ? എവിടെ വരെയായി കാര്യങ്ങളൊക്കെ? ഞാൻ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പൊട്ടിച്ച് കൊടുക്കട്ടെ. ഇന്ന് വർത്താനം പറയാൻ പറ്റും ഉണ്ടാകും പോലും ഒരു സ്റ്റാമിന ഇല്ല. പിന്നെ ഞങ്ങൾ നനക്കാൻ പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളേക്ക് അതും കൂടുന്നു. ഇനി കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വേഗം ഞാനും മിണ്ടാണ്ടായി ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പൂജിട്ട് പറയും അവിടെ സംസാരിക്കേണ്ട, വോയിസ് ഓവർ കൊടുത്താൽ സംസാരിച്ച് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് ആവും. എനിക്കാണെങ്കിൽ ഇങ്ങനെ കാര്യം പറഞ്ഞ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് ആവണത് അറിയില്ല കേട്ടോ. നമ്മുടെ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഗ്യാസ് തീരണമില്ല. നമ്മളന്ന് ഗ്യാസ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ, ഇത് തീർന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ തീരണില്ല. പക്ഷെ ഇങ്ങനെ മിന്നിയാണ് കത്തണം. അതുകൊണ്ട് ഒരുപാട് സമയം വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ട് അതിലിനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് ആ എണ്ണ ചൂടാവാനും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ ചിക്കൻ കറിയല്ലേ വെക്കണം, അതിലേക്കുള്ള മസാലപ്പൊടികൾ ഈ ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടെ നമുക്ക് പാകത്തിനുള്ളത് ഒരു പാത്രത്തിൽ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ കേട്ടോ എല്ലാം കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പിന്നെ വേഗമല്ലേ, എളുപ്പമല്ലേ, ആ സമയത്ത് ഇനി ഇതൊക്കെ തുറന്നെടുത്ത് പൊടി ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്നെല്ലാം കൂടെ പെട്ടെന്നാക്കാൻ വിചാരിച്ചു. ഒരാനയല്ല 2 ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് എനിക്ക്. നല്ല തലവേദന ഉണ്ട്. എനിക്ക് എവിടെയാണ് വേദന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ അറിയില്ല കേട്ടോ. സത്യത്തിൽ അത്രയും വേദന ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയണ കാര്യമാണ്, നമ്മൾ എന്ന് മുതൽ തുടങ്ങിയതാണെന്ന് അറിയാം. നമ്മുടെ വീട് ഷിഫ്റ്റിൻ്റെ അന്ന് മുതൽ തുടങ്ങിയതാണ്. പിന്നെ ഒന്നും എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എയറിൽ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വയ്യ എനിക്ക്. എവിടെയൊക്കെ ബോഡി പാർട്സിൽ എവിടെയൊക്കെ കംപ്ലീറ്റ് ഇനി വർക്ക്ഷോപ്പിൽ കയറ്റാനുള്ള സമയം ആയിട്ടുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. ഇനി അത്രയും വയ്യ, ബോഡി പെയിനിൻ്റെ അയ്യര കളിയാണേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ഹോസ്പിറ്റലിൽ പോവാം. ഇനി അതിൻ്റെ ഇടയിൽ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെ ഉരുളിയൊക്കെ വെച്ച് എണ്ണ ചൂടായപ്പോൾ പപ്പടം അങ്ങോട്ട് കാച്ചിയെടുക്കുക. ചിക്കൻ കറിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ പപ്പടം കാച്ചിയതാണ് കേട്ടോ. ഇവിടെ നമ്മളെല്ലാവരും പപ്പടക്കൊതിയന്മാരും കൊതിച്ചുകളായതുകൊണ്ട് പപ്പടം കാര്യമായിട്ട് ഞാൻ കാച്ചേണ്ട ഒരു പാക്കറ്റ് കാച്ചി വയ്ക്കും. എന്നിട്ടുണ്ടെങ്കിൽ നാളേക്ക് എടുക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാറുമില്ല കേട്ടോ. സെയിം എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് പെരിഞ്ചീരകം ആദ്യം കൂടെ പൊട്ടിച്ചു. എന്നിട്ട് നമ്മളിതാ സവോളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി അങ്ങനെ നിൽക്കട്ടെ. അതൊരു ബ്രൗൺ കളർ ആവണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് സമയം പിടിക്കും ഈ ഒരു സ്റ്റവ് അധികം കത്താത്തതിനെ കൊണ്ട്. ഞാൻ ഈ ഒരു പപ്പടം കാച്ചിയ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ നമുക്ക് എണ്ണ കളയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, നല്ല വിലയാണ് ഇപ്പോൾ സാധനത്തിനൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഒരു എണ്ണയിൽ കുറച്ചും കൂടെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുക. ആ എണ്ണ പിന്നെ കളയൊന്നുമില്ല, അതിൽ അങ്ങോട്ട് എണ്ണ ഒഴിച്ച്. അത് മിക്കതും എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ തന്നെയാണ്, ഒട്ടുമിക്ക എല്ലാവരും അങ്ങനെ തന്നെയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്തു. ഈ പറഞ്ഞ പോലെ കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് മൂക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. അത് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് മൂക്കട്ടെ. ഈ സമയം കൊണ്ട് ഞാനവിടെ തുടയ്ക്കാനുള്ളത് തുടയ്ക്കണോ കഴുകാനുള്ളത് കഴുകണമൊക്കെ ഉണ്ട് കേട്ടോ. അതങ്ങനെ ആവട്ടെ വിചാരിച്ചിട്ട്
ചോറ് നമ്മൾ ഈ പറഞ്ഞ പോലെ വന്നിട്ട് ഈ ഒരു അരിയലും പെറുക്കലൊക്കെ ഉള്ള സമയം കൊണ്ട് കുക്കറിലിട്ടിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ കാണിച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോവും, നിങ്ങൾക്ക് ബോറടിക്കുമോ വിചാരിച്ചിട്ടാണേ. എന്നിട്ട് നമ്മൾ തക്കാളിയും കൂടെ ഇട്ടെടുത്തു. തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരുമ്പോൾ നമ്മൾ പൊടികളില്ലേ, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, എല്ലാ പൊടികളും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഈ അടയ്ക്കണ 2 അടപ്പുകളുണ്ട്, കുഞ്ഞടപ്പുകൾ, അതിൻ്റെ 2 ഈ പിടിക്കണ ഭാഗം പൊട്ടിയുണ്ട് കേട്ടോ. ഇനി അത് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റുവാണോ ഇനി കടയിൽ പോയി ചോദിച്ചു നോക്കണം. നല്ല അടപ്പാണ്, എനിക്ക് ആകെ ഉള്ള 2 കുഞ്ഞടപ്പായിരുന്നു, അതിൻ്റെ 2ൻ്റെയും ആ ഒരു പിടിയുടെ ഭാഗം പോകുന്നിട്ടുണ്ട്, ബ്ലാക്ക് കളറല്ലേ. ഇനി അത് പോയി വാങ്ങിയിട്ട് വെക്കണം നമുക്ക്. എന്നിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയപ്പോൾ ചിക്കൻ അതാ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുത്തു. ചിക്കൻ കറിയുടെ ഒക്കെ കാര്യം റെസിപ്പി ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ആവശ്യമൊന്നുമില്ല. കിഴങ്ങ് കൊടുക്കണില്ല, ചൂടുവെള്ളമാണ് ഒഴിക്കുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ മീറ്റ് ഐറ്റംസ് എന്ത് വെക്കുകയാണെങ്കിലും വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊരു പ്രത്യേക ടേസ്റ്റ് കൂടെ വരും. അപ്പോൾ തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചങ്ങോട്ട് വെച്ച് ഇനി അതങ്ങോട്ട് വേവട്ടെ. ഇത് കണ്ടോ വെന്ത് മറിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഇട്ട് കൊടുക്കാനുള്ള ഐറ്റം എന്ന് പറയുന്നത് മല്ലിച്ചപ്പാണ് കേട്ടോ. ഞാൻ ധാരാളം മല്ലിച്ചപ്പ് വെച്ച് കഴിഞ്ഞാൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്, ഇവിടെ എല്ലാവർക്കും അത്ര ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒരു പിടിയോടെ അധികം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ കറി അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാമുണ്ടാ വേഗം പോയിട്ട് കേട്ടോ. നമ്മുടെ വടുവപ്പുളി അച്ചാർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പുളിയിഞ്ചിയുടെ റെസിപ്പി ഇടുന്നുണ്ട്. അപ്പോൾ പുളിയിഞ്ചി ആയി, പിന്നെ ഞാൻ ഒരു സ്പെഷ്യൽ പായസത്തിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയലും ഈ പറഞ്ഞ പോലെ എരിശ്ശേരിയുടെ ഒക്കെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എത്രത്തോളം എനിക്ക് സീരീസിൽ കാണിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. കാണിക്കാൻ പറ്റണത് മാക്സിമം കാണിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓണസദ്യയുടെ ഇതിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാം കൂടെ എനിക്ക് അങ്ങോട്ട് എത്തണില്ല കേട്ടോ. എന്നിട്ട് ഇരിക്കുന്ന പാത്രങ്ങളില്ലേ അത് അങ്ങോട്ട് കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ചു. ആ ചിക്കൻ കറിയിൽ ആ ഒരു മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുന്ന സമയം കൊണ്ട് ബാക്കി കുറച്ച് സമയം ഉണ്ടല്ലോ, ആ സമയം കൊണ്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കി വെച്ചു. ഇനി നമുക്ക് കൈയോടെ അങ്ങോട്ട് ഫുഡ് വിളമ്പിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികമൊന്നുമില്ല കേട്ടോ. ഈ ജനലിങ്ങനെ തുറന്നിട്ടിരിക്കുന്ന എന്താ ഈ ഫുഡ് ഉണ്ടാക്കണതിൻ്റെ സ്മെല്ലില്ലേ കാറലെടുക്കും നമുക്ക്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ. ഇവിടെ പിന്നെ വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ടും അധികം സമയം ആവാത്തതുകൊണ്ടും ഞാൻ ജനൽ തുറന്നിട്ടാണ്. അങ്ങനെ ആ ഫുഡൊക്കെ എടുത്തിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. 3 ആളുകൾ കാര്യമായിട്ട് വിശന്നുണ്ട് കേട്ടോ. കണ്ണക്കുട്ടിയുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് കിളിവാറി ഇരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ചിക്കൻ കറിയുടെ കൂടെ എന്തിൻ്റെ കൂടെ ആയാലും ഈ സവാള കഴിക്കണം നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനും കണ്ണൻകുട്ടിയാണ് കേട്ടോ. എൻ്റെ ഒരുവിധം ടേസ്റ്റൊക്കെയാണ് കണ്ണൻകുട്ടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതും ആക്കിയിട്ടുണ്ട്. എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. എനിക്കിപ്പോൾ തന്നെ കാണുമ്പോൾ വിശക്കണം കേട്ടോ, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത്രയും വിശന്നുണ്ടായിരുന്നു. ഉണ്ടടാ ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഒരു 12:30 ആകുമ്പോൾ നീട്ടിട്ട് വീണ്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാത്തതിൻ്റെ കേട് അങ്ങോട്ട് മാറ്റിക്ക് എന്താണെന്നറിയില്ല വിശക്കുക. അപ്പോൾ ഞാൻ പിന്നെയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഫുഡൊക്കെ എടുത്ത് ചിക്കൻ കറിയൊക്കെ എടുത്ത് ഈ പെറുക്കി എടുക്കണം. എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ കഷ്ണങ്ങളുണ്ട് ഇഷ്ടമല്ല. പൂജട്ടിക്ക് അതിൻ്റെ കരളിഷ്ടമാണ്, കണ്ണൻകുട്ടിക്ക് വേറെ കഷ്ണങ്ങളാണ് ഇഷ്ടം, എനിക്കതിൻ്റെ അങ്ങനെ നമുക്കൊക്കെ ഓരോ കഷ്ണങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ പെറുക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇനി ഒന്ന് വിളമ്പിയിട്ട് കഴിച്ചാൽ മതി വെച്ചിട്ടാ പൂജട്ടി അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കഴിക്കാം. കണ്ണൻകുട്ടിയുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രസ്സും കാര്യങ്ങളും അവൻ്റെ എടുത്തത് ഞാൻ കാണിച്ചിട്ടില്ല. നമ്മൾ ഈ ഓണത്തിൻ്റെ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഓണത്തിൻ്റെ അന്ന് കാണിക്കാൻ ഇടുമ്പോൾ, ഇല്ലെങ്കിൽ ഇടുമ്പോൾ ഒരു എയിം ഉണ്ടാവില്ല, മുന്നേ കണ്ടാലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാത്ത കേട്ടോ. എല്ലാവരുടെയും കാണിക്കാം ഞാൻ. അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക്. വിശപ്പിൻ്റെ ഊക്കൊണ്ടോന്ന് അറിയില്ല കേട്ടോ, അല്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് സ്ഥിരം കലാപരിപാടി എന്ന് പറയുന്നത് കിച്ചൺ അങ്ങോട്ട് ഒതുക്കി വെക്കുക എന്നുള്ളത്. ഈ ഒരു സമയം കൊണ്ട് ഞാൻ വീഴുമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയും ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പുറമൊക്കെ ഇങ്ങനെ ബാക്ക് പെയിനും പുറം വേദനയും കൈവേദനയും കാലുവേദനയൊക്കെ ആയിട്ട് എനിക്ക് നിൽക്കാനാണോ ഇരിക്കാനാണോ കിടക്കാനാണോ ഒന്നിനും പറ്റണില്ല. കിടന്നാൽ തോന്നുന്നു നിൽക്കാൻ, നിന്നാൽ തോന്നുന്നു ഇരിക്കാൻ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങ് കൂടാണ്ട് വെയ്ക്കണില്ല. ഓവർ ക്ഷീണമായാലും എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. പെയിനും കൂടെ ഉണ്ടെങ്കിൽ കൈവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇതൊന്ന് കഴിഞ്ഞിട്ട് കിടന്നാൽ മതി എന്നായിരുന്നു കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെച്ച് കഴുകി വെച്ചാൽ നമ്മുടെ രാത്രിത്തെ ഡ്യൂട്ടി കാര്യങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു. ഇല്ലെങ്കിൽ രാവിലെ എത്ര വേഗമെങ്കിലും രാവിലെ കയറുമ്പോൾ നമുക്ക് ആകെ ചടപ്പായിരിക്കും, മൊത്തത്തിലൊരു നട്ടപ്രാന്തായിരിക്കും അങ്ങനെ അലമ്പായി കിടക്കുമ്പോൾ. അതുകൊണ്ടാണ് എത്ര വേഗമെങ്കിലും നമ്മളിത് അങ്ങോട്ട് കയ്യോടെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പോയിട്ട് അങ്ങോട്ട് കിടന്നാൽ മതി. ഇത് പൂജിട്ടും ചെയ്യാറൊക്കെ ഉണ്ട്. അവർ കഴിച്ച പാത്രങ്ങളൊക്കെ അവരവരുടെ കഴുകി വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എല്ലാവരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒക്കെ പിന്നാലെ തന്നെയാണ് എനിക്ക് ഷോർട്സ് എടുത്ത് തരാൻ. ഇതൊക്കെ ഒരു എഫേർട്ട് തന്നെയല്ലേ അവരെടുക്കണതും. ഇപ്പോൾ അലക്കാൻ വരുമ്പോഴാണെങ്കിലും അവളും കൂടെ ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ
അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര വേഗം ഇങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ അവർ ചെയ്യാത്തതിനെ കൊണ്ടൊന്നും അല്ല കേട്ടോ. പിന്നെ ഇത് വേഗം അങ്ങോട്ട് കൈയോടെ വേഗം സ്പീഡിലാവും. അവരാകുമ്പോൾ അങ്ങനെ താളം ചവിട്ടി നിന്നാൽ കിടക്കാൻ വേണ്ടിയിട്ട് നേരം വൈകും. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് വേഗം അങ്ങോട്ട് ആക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ സ്പ്രേ ഇല്ലേ, സ്പ്രേ ബോട്ടിലുള്ള സ്മെല്ലുള്ള സാധനം, ഷാമ്പൂവോ അല്ലെങ്കിൽ കംഫർട്ട് എന്തെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ അതൊക്കെ കൂടെ സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ മേലെയും കിച്ചൺ ടാപ്പിൻ്റെ മേലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ഇങ്ങനെ തുടച്ച് വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളേക്കും നല്ല സ്മെല്ലായിരിക്കും. നമ്മളിപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒക്കെ പൊക്കോളും. ചിക്കനൊക്കെ കഴുകിയതല്ലേ, അതൊക്കെ ഓൾറെഡി ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്നാലും ലാസ്റ്റിൽ ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മനോതൃപ്തിയാണ് കേട്ടോ. നമ്മൾ വറുത്തിട്ടതിൻ്റെയോ കറി ഇളക്കിയതിൻ്റെയോ ഒക്കെ അപ്പുറത്തേക്ക് ചാടിയിട്ടുള്ളതും ഇപ്പം നമ്മൾ അറിയില്ല, അങ്ങനെ എപ്പോഴും തുടയ്ക്കാണ്ടിരുന്നാൽ. ഇതെപ്പോഴും തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊന്നും അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ അത് ഒരുപാട് ഭാരമാവും. നമ്മൾ ചെയ്യണത് ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ദിവസം ഒരുപാട് പ്രാവശ്യം തുടയ്ക്കാറുണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ കൈവേദനയുടെ മെയിൻ ഈ ഒരു തുടയാണ്. ഇതാദ്യം നിർത്താൻ വേണ്ടിയിട്ട് പറയാറുണ്ട് ഇവിടെ ഷാജേട്ടനായാലും പിള്ളേരായാലും ഒക്കെ. പക്ഷെ അതങ്ങനെ ചെയ്ത് നമുക്ക് ശീലമാകുമ്പോൾ നമുക്ക് അവിടെ വേദനയും കാര്യങ്ങളൊന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അതങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ അങ്ങനെ അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ എല്ലായിടും തുടച്ചിട്ട് നമ്മൾ തുടയ്ക്കുന്ന തുണിയില്ലേ, അതും കൂടെ ഒന്ന് ഊരി പിഴിഞ്ഞ് വെച്ച് അവിടെ അങ്ങോട്ട് മടക്കിയിട്ട് കഴിഞ്ഞാൽ രാവിലേക്ക് അതങ്ങോട്ട് ഉണങ്ങി ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ വാഷ് ബേസ് ഒന്ന് ആ ഒരു ബ്രഷ് ഇട്ട് കഴുകിയാൽ നമ്മൾ അതിന് അതിൽ എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ മയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ. ഞാൻ ഷാമ്പു ഓൾറെഡി അതിൽ പീച്ചി ഇട്ടായിരുന്നു. എന്നിട്ട് അത് വെച്ചിട്ടാണ് കഴുകുക കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് നേരം കൊണ്ട് അത് അങ്ങോട്ട് വൃത്തിയായിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അതും കൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞു. എനിക്ക് മേല് കഴുകിയിട്ട് വേണം കേട്ടോ കിടക്കാൻ വേണ്ടിയിട്ട്. കുളിച്ചതൊക്കെ ഒരു വിധമൊക്കെ ആയുണ്ട്. ഞാൻ ചിക്കൻ കഴുകലും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ, കുക്കിങ്ങും ചെയ്തതല്ലേ. പിന്നെ എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അതുപോലെ നെഗറ്റീവായിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഞാനൊരു വീഡിയോ ആണ് ഇടുന്നത്. അത് ഈ പറഞ്ഞ പോലെ ബാഡായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ എപ്പോഴും അല്ല വല്ലപ്പോഴും ഞാൻ ഐഡിയ ഒക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അയക്കുന്നതൊക്കെ അത്രയും ബാഡായിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോടാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുമോ? അത് എന്താ ചോദിക്കുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ സ്ക്രീൻഷോട്ട് സഹിതം ആ കമൻറ്റ് ഞാൻ മെൻഷൻ ആക്കിയിട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ആകെ പ്രാന്താവും. അതുകൊണ്ട് നെഗറ്റീവ് കമൻറ്റ് മാക്സിമം നിങ്ങളൊന്ന് ഒഴിവാക്കുക. എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഏതായാലും എല്ലാവർക്കും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.